ഹായ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം 6 മണിയാകുമ്പോഴാട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഉമ്മാനെ കാണാൻ കല്ലുമ്മ വന്നിട്ടുണ്ട് എലവത്തൂരത്ത്. ആ വയ്യാത്തൊന്നും ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം സുബീനാനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ആളെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെ പോയി എന്നൊന്നും വിളിക്കണ്ടില്ല. എന്നാൽ അവസാനം 2 ദിവസം വിളിക്കുക. അതുവരെ ഞാൻ കോട്ടയം ചെയ്തിട്ട് പോയി. വയ്യാണ്ടായി വേഗം ആകെ വേദന, തലവേദന, വയറുവേദന. പണിക്ക് പോയാ? പണിക്കും ഇവിടെ ഭാഗത്തേക്ക് അതിന്റെ പുറമേക്കൊന്നും പോവാൻ ഞാൻ കുട്ടി പറ്റില്ല. ഒരു കയ്യില് വടി, ഒരു കൈ കൊണ്ടുള്ള പണിയാന്നിട്ട് പോയി ഞാൻ. എന്തിനു പറഞ്ഞിട്ട് മോളെ. പിന്നെ ഈ വെള്ള കയറിയോട് കൂടി എന്റെ മനസ്സാകെ ഒരു 10-25,000 പാർത്ത് കിടക്കണത്. ഞാൻ ഒരു 14 ദിവസം ഈ വടിയും കൊണ്ട് പോയി ഒറ്റ കൈ കൊണ്ട് പറഞ്ഞത്. വരാൻ പറ്റിയില്ല അവർക്ക്. തൊഴിലുറപ്പ് ഇതൊക്കെയാണ് ജോലി. അപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും അത്തയോടെ വന്നാന്ന്. അപ്പൊ ഇന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഇന്നലെ വന്നപ്പോൾ ഇന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അമ്പിയോട് ചോദിച്ചു, ഇന്നലെ തോന്നുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നു പറഞ്ഞു. പക്ഷെ അവിടെ വന്നവരെ എനക്കൊന്നും കേൾക്കാനില്ല. ഇപ്പോഴും 10-90 വയസ്സായി. ഇപ്പോഴും തൊഴിലുറപ്പിന് തന്നെ പോണത് ആള്. നല്ല ആവതുണ്ട്, നല്ല സ്പീഡിലാണ് ഇപ്പോൾ ആള് പോക്ക്. അല്ല, ഒരു ഉദാഹരണം 85 വയസ്സാവും. വയസ്സിന്റെ അല്ല ഞാൻ ഇപ്പോഴും നല്ല അല്ല, അത് ഈശ്വരൻ തരട്ടെ നമുക്ക് എല്ലാവർക്കും. പെട്ടെന്നൊരു വേദന വന്നപ്പോഴേ അപ്പൊ ഇത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഫുള്ള് ചെക്കപ്പ് നോക്കിയിട്ടും എനിക്ക് ഒരു വാദത്തിന്റെ ഒറ്റ അസുഖം ഇല്ല എന്ന് പറഞ്ഞു. പുറത്തേക്കൊക്കെ ടെസ്റ്റിന് കൊടുത്ത് അവിടെയും നോക്കി, ഒരു അസുഖം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ 2-3 ദിവസമായിട്ട് എനിക്ക് ഇവിടെ ഭയങ്കര വേദന വന്നപ്പോ മോൻ പറഞ്ഞേ, അമ്മ ഇവിടെ പോയിട്ട് ആ വേദനയോട് ഇവിടെ പോയിട്ട് ഒന്ന് കാണിക്കും, അമലയിൽ പോയിട്ട് ഒന്ന് കാണിക്കുമ്പോ കാണിച്ചാ എന്താന്ന് അറിയാം, ചിലപ്പോ വാദത്തിന്റെ ഒക്കെ ആണെങ്കിലോ. അങ്ങനെ പേടിച്ചിട്ട് ഒന്ന് പോയപ്പോ വാദത്തിന്റെ ഡോക്ടറെ കാണിക്കാൻ പോവാന്ന് വെച്ചിട്ട് പോയപ്പോ വാദത്തിന്റെ ഡോക്ടർ അന്നില്ല. എല്ലിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് വന്നു. അപ്പൊ അയാൾ പറഞ്ഞ ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ വാദത്തിന്റെ ആണെങ്കിൽ നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാം, അയാൾക്കാണെങ്കിൽ ബുക്കിംഗ് ചെയ്യണം. ഛർദിച്ച് എന്താ പറയാ, എനിക്ക് വയ്യ ഒരടി എടുത്ത് വെക്കാൻ വയ്യ. അപ്പൊ ഇവര് പറഞ്ഞ് നേരം വെളുത്തപ്പോ ഞാൻ ബ്ലോക്കിലേക്ക് പോകാൻ നിന്നതാ. അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ മോള് പറഞ്ഞ് വേണ്ട, നമുക്ക് അവിടെ തന്നെ പോയിട്ട് വിവരം പറയാം, അവിടുത്തെ ഗുളിക കഴിച്ചിട്ടല്ലേ, അപ്പൊ നമുക്ക് അവിടെ പോയി പറയാം അമ്മ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ബ്ലോക്കിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞ അങ്ങോട്ട് പോവമ്മ, അവിടുത്തെ മരുന്ന് കഴിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ടേ പോയത്. അങ്ങോട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ആകണം, വയറൊന്ന് സ്കാൻ ചെയ്യണം, നോക്കണം എന്നായി. അങ്ങനെ നിങ്ങൾ എന്തായാലും ഇന്ന് അഡ്മിറ്റ് ആകണം ഇവിടെ. ശരി, ഇന്ന് ചെയ്തിട്ട് നാളെ വിടുമായിരിക്കും പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട ഡ്രസ്സോടെ പോയ വയറൊക്കെ സ്കാൻ ചെയ്തു. പിന്നെ കുറേ ടെസ്റ്റുകൾ ചെയ്തു. ഒരു ടെസ്റ്റിലും ഒരു കംപ്ലൈൻറ്റും ഇല്ല. വയറ് മാറ്റി കഴിച്ചിട്ട് മരുന്ന് മാറ്റി തന്നിട്ടേ എല്ലിന്റെ വേദന അല്ലല്ലോ നമുക്ക്, ആ മരുന്ന് കഴിച്ചില്ലേ, തഞ്ചാരായി വയറൊക്കെ മുറുകി ഒരേ ഛർദി. അതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു ഡോക്ടർ. പിന്നെ ഷുഗറേ ഇല്ല, എനിക്ക് കുറവാണ്. എന്നിട്ട് മധുരം ഒഴിച്ചിട്ടാണ് ചായ ഒക്കെ തന്നത്. അവരെന്നിട്ട് മധുരം ഒഴിച്ചിട്ടാ ചായ ഒക്കെ കുടിക്കാൻ പറഞ്ഞു. ഹായ്, നമ്മുടെ അടുത്ത വീട്ടിലത്തെ ആളാണ് കല്ലുവെച്ച്. അവർ ഞങ്ങളെ വീഡിയോ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രോഗിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് കണ്ട് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. നാട്ടുവിശേഷങ്ങളും കാര്യങ്ങളും കുറേ കാലമായി കണ്ടിട്ട് സംസാരിച്ചിട്ട്. അതേതാ മറ്റേ അടിയായിട്ടുള്ളതില്ലേ, അതൊക്കെ കഴിഞ്ഞു. നിങ്ങള് കാണാറുണ്ട് കല്ലേച്ച് നമ്മുടെ ചാനലൊക്കെ കാണലുണ്ട് കേട്ടോ. ചാനല് കാണാറുണ്ടാ? വീഡിയോസ് ഒക്കെ കാണോ? മരിയോള. അപ്പോൾ അങ്ങനെയാണ് കല്ലേറ്റ്
കല്യാച്ചിന്റെ വിശേഷം. കല്യാച്ച മൈക്ക് പഠിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞേ. എനിക്കൊന്നും അല്ലല്ല പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സെബീനാൻ അങ്ങനല്ല, സെബീനാനെ കണ്ടിട്ട് കുറേ ആയി. അപ്പൊ ആസ്പത്രിയിൽ പോയിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക മൈക്ക് വെച്ചിട്ട്. ആ ഇങ്ങനെയാണ് ആള് കാര്യങ്ങൾ പറയും. സെബിയാൻ എൻ്റെ വയ്യാണ്ട് എനിക്ക് വയ്യാണ്ടായതൊന്നും ഞാൻ അറിഞ്ഞില്ല മോളെ. ഇപ്പൊ അറിഞ്ഞതാണ്. അറിഞ്ഞപ്പോ എന്നെ കാണാൻ വന്നതാണ് ഞാനും വയ്യാണ്ടിരിക്കുന്നുണ്ട്. പാടത്തെ നല്ലൊക്കെ പോയോടുകൂടി ഇരിക്കും വയ്യാണ്ടായി. അങ്ങനെയായിട്ട് എൻ്റെ മക്കൾ വന്നിട്ട് എന്നാ പോയേ മോൻ മക്കള് പോയിട്ട് ഒരാഴ്ചയൊക്കെ ആകും. ആ ഞാൻ അറിഞ്ഞില്ല മോളെ നിനക്ക് വയ്യാണ്ടായതൊന്നും. ഇങ്ങോട്ട് നോക്കി പറയും. ഇങ്ങോട്ട് നോക്കി കണ്ടു വെച്ച് അങ്ങോട്ട് നോക്കി കറക്റ്റായിട്ട് വരും. ആ ചോദിച്ചോളെ. ഒരാഴ്ചയായി. സമാധാനമല്ലേ ഇപ്പൊ വയ്യായിക്കൊക്കെ? പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കണില്ലേ? ഭക്ഷണം ഭയങ്കര ക്ഷീണുണ്ട്. ആകെ മാറിക്കോളും. ആർപ്പള്ളിക്കൊന്നും വരാൻ എനിക്ക് വയ്യ മോളെ. ബസ്സിലൊക്കെ പൊത്തി പിടിച്ചിട്ട് കയറാൻ കണ്ടക്ടർമാരെ ചീത്ത കേട്ടിട്ട് തോറ്റിട്ടാണ്. വയ്യാട്ടൂർക്കാണ് ഈ കാറും ഓട്ടോറിക്ഷയൊക്കെ പറഞ്ഞിട്ടാണ് ചീത്ത അറിയുന്നത്. ഇന്ന് ഞാൻ പോവാൻ കാരണം എന്താണെന്ന് വെച്ചാലേ പണിക്ക് പോണോടത്ത് 2 പറമ്പിൽ പാമ്പിനെ കണ്ടു. ഇന്നല്ല പോകുമ്പോ എന്നാ കൂട്ടാക്കില്ല. ഞാൻ കുഞ്ഞു കുട്ടിന്നല്ല നോണ പറഞ്ഞാലും നോക്കിയൊക്കെ മനസ്സിലാവും. ഞങ്ങള് നോണ പറയണതാണ്. രോഗിനെ കാണാൻ വേണ്ടിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്, പാമ്പിന്റെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. പേരക്കുട്ടി അതിൽ പോണ്ടാന്ന് പറയുമ്പളേ എന്നെ പോയിക്കൊണ്ടിരിക്കാന്ന്. കുട്ടിയൊന്നും അല്ല, ചെറിയ കുട്ടിയല്ല, വലിയതായില്ലേ. ഞാൻ നോണ പറയണ്ടാണ്ട് ഞങ്ങൾ ഇന്നെ കളിപ്പിക്കാൻ പറയണ്ടാണ്. പേടി കെട്ടാനാണെന്ന്. ഞാൻ കുഞ്ഞു കുട്ടിയൊന്നല്ലെന്നൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും ഞങ്ങൾ നോണ പറയുമ്പോ. അങ്ങനെ യൂട്യൂബ് വ്ളോഗിങ്ങിൽ തുടങ്ങിയ അവസാനം ഒരു നാട്ടുവർത്താനത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ഉമ്മ പറഞ്ഞു മോളെ പോയി ചായ വെച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് ചായ വെക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് കല്ലമ്മ വിളിച്ചു പറയുന്നത് മോളെ ഞാൻ പാൽ ചായ കുടിക്കാറില്ല എന്ന്. പിന്നെ കല്ലമ്മക്ക് വേണ്ടിയിട്ട് വീണ്ടും കട്ടൻ ചായ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഈ പാത്രങ്ങളുടെ തട്ടലും മുട്ടലും കേട്ടിട്ട് ഇവിടെ ഒരാൾ വന്ന് നിൽക്കുന്നത്, നമ്മുടെ പപ്പുവിനെ ഞാൻ പാടെ മറന്നിട്ടുണ്ടായിരുന്നു. പപ്പുവിന് പാല് കാച്ചി കൊടുക്കലാണ്. ഉമ്മ വൈകുന്നേരമായ അതിന് കൊണ്ടുപോയി പാല് കാച്ചി കൊടുക്കും. ഇന്ന് ഞാൻ ചായ വെച്ചുകൊണ്ട് തന്നെ പപ്പുവിന് പാല് മാറ്റി വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ആദ്യം തൊട്ട് ചായപാത്രം എടുത്ത് പാല് ഒഴിച്ച് വെള്ളം കലക്കി അതിന് ചായ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഫുള്ള് പരാതിയാണ്. ഫുള്ള് നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് മിയാവും മിയാവും എന്ന് പറഞ്ഞിട്ട്. പാല് ചൂടാക്കി കൊടുത്ത കാരണം തന്നെ ആദ്യമൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. അദ്ദേഹം അവൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അങ്ങനെ ചുണ്ട് മുട്ടിച്ചിട്ട് ചൂട് കാരണം തിരിഞ്ഞ് നോക്കിയിരുന്നു. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ ചൂടാറുമ്പോൾ അവളത് ഫുള്ള് കുടിക്കലും ഉണ്ട്. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കും. പപ്പുവിൻ്റെ ഈ നൃത്തമൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് ഹാളിലേക്ക് പോകുമ്പോൾ അവരവിടെ ചായയും കുടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചോറ് പണി കഴിഞ്ഞില്ലേ? ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇന്ന് കല്യാച്ചിയുടെ വീഡിയോ ഇടൂല്ലേ? വെറുതെ ഉണ്ടാകുന്ന കളിയാക്കും. ആര് കളിയാ? ശരിക്കിട്ടൊരു സുന്ദരി കുട്ടിയായിട്ട് ശരി. എന്ത് പറയുന്നു? ജോലി കഴിഞ്ഞു റൂമിൽ വന്നാ? അപ്പൊ ഒന്ന് വെള്ളിയാഴ്ച മുടക്കില്ലേ? ഇന്ന് വ്യാഴാഴ്ചയല്ലേ? അങ്ങനെ കല്ലമ്മ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ വർത്താനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പം മോനാണെന്ന് വെച്ചിങ്ങാണ്ട് കല്ലമ്മ ഫോൺ മേടിച്ചിട്ട് ഇക്കാനായിട്ട് വർത്താനം പറയുന്നു കേട്ടോ. ആള് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തങ്ങാണ്ട് കല്ലമ്മ അവിടെ നിന്ന് അങ്ങനെ യാത്രയായി.